1 മുതൽ 6 വരെയുള്ള പ്രതികൾ ബലാത്സംഗ കേസിൽ, റേപ്പ് കേസിൽ നേരിട്ട് ബന്ധമുള്ളവരാണ്. അപ്പം ആ 6 പേരെ ശിക്ഷിച്ചിരിക്കുകയാണ്. ശിക്ഷിക്കല്ല, അവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞിരിക്കുക, ഉച്ച കഴിഞ്ഞ് പറയാനിരിക്കുകയാണ്. ബാക്കി 4 പ്രതികൾ, ദിലീപ് ഉൾപ്പെടെ 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെ 4 പേരെ ഗൂഢാലോചനയിൽ തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നുള്ള നിലയിലാണ് വരുന്നത്. അല്ലാതെ തെളിയിക്കുവാൻ, കോടതിക്ക് മുമ്പിൽ തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മറ്റ് ചാനൽ ചർച്ചയിലും നമ്മുടെ ഉൾപ്പെടെയുള്ള ന്യൂസുകൾ കണ്ടതിന് ശേഷം, ചാനൽ കണ്ടതിന് ശേഷം എനിക്ക് പറയാനുള്ളത്, ദിലീപിനെ മനഃപൂർവ്വം കേസിൽ തെളിവില്ലാഞ്ഞിട്ടും ബന്ധമില്ലാഞ്ഞിട്ടും കൊടുക്കുകയാണെങ്കിൽ, പോലീസ് കൊടുക്കുകയാണെങ്കിൽ, ദിലീപ് തീർച്ചയായിട്ടും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെയും പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിയാക്കി നഷ്ടപരിഹാരം ചോദിച്ചു, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം ചോദിച്ചൊരു സൂട്ട് എത്രയും വേഗം ഫയൽ ചെയ്യാണ് വേണ്ടത്. അതിനുള്ള ധൈര്യം ദിലീപിനുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരുപാട് പ്രതികൾ കോടതിയിൽ വരുമ്പോൾ കുറ്റകൃത്യം തെളിയിക്കാൻ പറ്റാത്തവരും വെറുതെ വിടുമ്പോൾ ഇന്ന് വരെ ഒരു പ്രതിയും ഇതുപോലെ സൂട്ട് ഫയൽ ചെയ്തിട്ടില്ല. ഒരാൾ മാത്രമാണ് ഫയൽ ചെയ്തത്, നമ്പി നാരായണൻ ചെയ്ത പോലെ ഒരു നിയമയുദ്ധം ദിലീപ് മുന്നോട്ട് നടത്താൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത്. രണ്ടാമത് പറയാനുള്ളത്, ഇപ്പോൾ വിധി പറഞ്ഞ ദിലീപിൻ്റെ ഒരു കേസ്, ദിലീപ് ഇപ്പോൾ എല്ലാവരോടും തുടർ ചോദ്യങ്ങൾക്ക് പോലും മറുപടിയില്ല, തൊഴുതുകൊണ്ട് മടങ്ങുകയാണ്. ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ തൊഴുതുകൊണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചോദിച്ചത്. ഞാൻ കുറേ കേസ് നടത്തി പരിചയമുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇപ്പം അടച്ചിട്ട കോടതിയിൽ രഹസ്യമായി നടത്തിയുള്ള വിചാരണയിലെ പ്രോസിക്യൂഷൻ തെളിവുകൾ എത്രയാണെന്ന് എങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അതൊന്നും വെളിയിലേക്ക് ഇപ്പോൾ അറിയില്ല. ഇപ്പോൾ ഇന്നലെയാണ് ഓരോ ചാനലിൽ ഇതൊക്കെ പറഞ്ഞത്. അത് എത്രത്തോളം പറഞ്ഞൊന്നും രേഖ കാണിക്കാതെയാണ് പറയുന്നത്. ഇപ്പം കോടതിയിൽ കൊടുത്ത ഓരോരുത്തരും തെളിവും മൊഴികളും അതിൻ്റെ റെക്കോർഡുകൾ ക്യാമറയിൽ കാണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നാവുകൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം രണ്ടാമത്തെ ചോദ്യം ഞാൻ വിട്ടുപോകും. പറയാനുള്ള, ഇന്ന് വിധി ഈ 6 പേരെ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ വിധിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ശ്രീമതി ഹണി വർഗീസ്, ആ വിധിച്ച ജഡ്ജിനെ ഈ നീതി കിട്ടില്ല, എനിക്ക് ആ ജഡ്ജിന് വിശ്വാസമില്ലെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ, അതുകൊണ്ട് അവരെ ഈ കേസിൽ നിന്ന് മാറ്റണം, വേറെ ജഡ്ജി ഏൽപ്പിക്കണമെന്ന് ഹർജി കൊടുത്തിരുന്നു. അതിനെ പ്രോസിക്യൂഷനും സപ്പോർട്ട് ചെയ്തിരുന്നു അതിജീവിത. അപ്പോൾ അതിജീവിത വിധി പറയാനിരിക്കെ താൻ അതിജീവിതയുടെ കേസിൽ നീതിപൂർവമായി വിധി പറയേണ്ട ജഡ്ജിനെ പിണക്കിച്ചത് കൊണ്ടാണോ, കോടതിയെ വിധി പറയേണ്ട ജഡ്ജിനെ പിണക്കിച്ചത് കൊണ്ടാണോ ഇങ്ങനെ വിധി പറഞ്ഞതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അതൊക്കെ പഠിക്കേണ്ടതാണ്, ബോധിക്കേണ്ടതാണ്. പ്രോസിക്യൂഷൻ ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള 4 പ്രതികൾ, ദിലീപ് ഉൾപ്പെടെയുള്ളവരെ നടത്തിയിട്ടുള്ളത് ഉള്ള തെളിവുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേസ് ഇവിടെ അവസാനിക്കില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് എന്തായാലും അതിജീവിത പോകും. താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ അതിജീവിത പ്രതീക്ഷിച്ചിരുന്നൊരു വിധിയാണോ ഇത്? കാരണം അവർ കോടതിയിലേക്ക് ഹാജരായിരുന്നില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. അതിജീവിത പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു കാര്യമല്ല അത്. നീതിപൂർവമായി അവർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നീതി കിട്ടുമെന്ന് ഈ 4 പ്രതികളോട് ഇതിനകത്ത് ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ കുറ്റവാളികളാണെന്ന് പറയുമെന്ന് ഗൂഢാലോചന പ്രൂവ് ഇല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും. എനിക്ക് ഡൗട്ട് രാവിലെ മുതൽ നമ്മളിപ്പോൾ ഈ ചാനലിൽ അമൃതയിൽ രാവിലെ മുതൽ ഇരുന്നപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവർ പണത്തിന് വേണ്ടി തന്നെ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തവരെക്കാൾ ഇതിന് പിന്നിൽ കൊട്ടേഷൻ കൊടുത്ത ആളുകൾ അതിന് അവരുടെ മുഖം വെളിയിലേക്ക് വരണമെന്നവർ വലിയ തോതിൽ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സുപ്രീം കോടതി വരെ പോയതെന്നാണ് മനസ്സിലാകുന്നത്. സുപ്രീം കോടതി വരെ പോയിട്ട് കാര്യമുണ്ടല്ലോ, അത് പറയേണ്ട രീതി പറയണ്ടേ. പല കാര്യങ്ങൾ പ്രോപ്പറായി തക്ക സമയത്ത് അഡ്വൈസ് അവർക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളൂ. ഉദാഹരണത്തിന് കോടതിക്ക് മുമ്പിൽ അതിജീവിത കൊടുത്തിട്ടുള്ള മൊഴി കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതിൽ വന്നിട്ടില്ലെങ്കിൽ അവർ മൊഴി വായിച്ച് കേട്ട് ശരിയെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ എൻ്റെ മൊഴി വിചാരണ കോടതി എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ നിൽക്കത്തില്ല. അപ്പോൾ ഉദാഹരണം പറയാം, അവയ കേസിൽ സാക്ഷി എന്ന നിലയിൽ, പ്രോസിക്യൂഷൻ CBIയുടെ സാക്ഷി എന്ന നിലയിൽ ഞാൻ ആ കേസിലെ പ്രതികളെ ശിക്ഷിച്ച കോടതിയിലെ ജഡ്ജി തന്നെ മൊഴി എൻ്റെ എടുത്തതിന് ശേഷം, ജഡ്ജി ചേംബറിൽ ഇരുന്നതിന് ശേഷം, ഓപ്പൺ കോർട്ടിൽ കോടതി പിരിഞ്ഞതിന് ശേഷം എനിക്ക് മൊഴി ബെഞ്ച് ക്ലർക്ക് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അതിൽ തെറ്റായ ഭാഗം വന്നു.
ഒരുപാട് സ്ഥലത്ത് വന്നു. അവൻ പറഞ്ഞത് തിരുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അവൻ ജഡ്ജി എഴുതുകയാണെന്ന് ബെഞ്ച് ക്ലർക്ക് എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജഡ്ജി മാറ്റിയാലെന്ന് എന്നോട് ബെഞ്ച് ക്ലർക്ക് പറയാം. അത് എന്നോടാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ജഡ്ജിനേക്കാൾ ഇതിനകത്ത് അധികാരം ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഈ മൊഴി വായിച്ച് കേട്ടു, ശരിയല്ല എന്ന് ഞാൻ എഴുതും. അപ്പം ജഡ്ജ് ഈ മൊഴി അസാധുവാവുകയാണ്. പിന്നെ വീണ്ടും പിറ്റേ ദിവസം എൻ്റെ മൊഴി എടുക്കേണ്ടി വരും. നിങ്ങൾ ജഡ്ജിനോട് പറയാൻ പറഞ്ഞു. ജഡ്ജി അപ്പം തന്നെ തിരുത്തേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ തിരുത്തുകയും ഇനി എന്താണ് തിരുത്തേണ്ടതെന്ന് ചേംബറിൽ പോയി ബെഞ്ചുകൾക്ക് എന്നോട് പറയാൻ പറഞ്ഞു. അപ്പം മൊത്തം വായിച്ച് കേട്ട് കറക്റ്റായിട്ട് ചെയ്തു. അപ്പം തിരുത്തേണ്ടതും മിസ്റ്റേക്കുമായ കാര്യങ്ങൾ തക്ക സമയത്ത് പറയണം. അപ്പം മൊഴി വായിച്ച് കേട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ തെറ്റുണ്ടെന്ന് പിന്നെ പരാതിപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? കേസ് നിൽക്കുകയില്ല. അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ നടിയെ സംബന്ധിച്ച് കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആ കൃത്യസമയത്ത് കറക്റ്റായിട്ട് അഡ്വൈസ് കിട്ടാത്തതിൻ്റെ കുഴപ്പമൊക്കെ പലതും വന്നിട്ടുണ്ട്. ഈ പൾസർ സുനിയുമായിട്ടുള്ള ഒരു ബന്ധം, ദിലീപിൻ്റെ ബന്ധം, അത് തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആദ്യം ദിലീപ് പറഞ്ഞത് പൾസർ സുനിയെ അറിയുകയില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് പല പല ഫോട്ടോകൾ പുറത്തു വന്നു. പൾസർ സുനി സിനിമാ മേഖലയിലുള്ള പലർക്കും അറിയാവുന്ന ഒരാളെന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, ഇത്തരത്തിൽ തെളിയിക്കപ്പെടാത്ത കുറേ രേഖകൾ കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ട് ഇനിയും മേൽക്കോടതിയിൽ പോയാലും കാര്യമുണ്ടാകും. അത് നമുക്ക് പറയാൻ പറ്റില്ല. തെളിഞ്ഞിട്ടും തെളിയിക്കപ്പെടാതെ പോലെ ജഡ്ജി ഇരുന്നുള്ള പ്രോസിക്യൂഷൻ ആരോപണം ഉണ്ടെങ്കിൽ, ആക്ഷേപം ഉണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കുമ്പോൾ അത് മേൽക്കോടതി തീരുമാനിക്കും അത് ശരിയാണോ ഇല്ലെന്ന്. ഏതെങ്കിലും ഒരു കോടതി ഇപ്പം എല്ലാം ശരിയാണെന്നില്ല, അതിലെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് മേൽക്കോടതി ചൂണ്ടിക്കാട്ടുമ്പം ഈ വിധി അസാധുവാകും. അതായത് ഈ ഗൂഢാലോചനത്തിലുള്ള പ്രതികൾ ഗൂഢാലോചന പ്രൂവ് ചെയ്യപ്പെട്ടു എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടും തെളിവ് കൊടുത്തിട്ടും കോടതി തെളിവില്ല എന്ന് പറഞ്ഞവരെ വെറുതെ വിട്ടുന്ന ആക്ഷേപം പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കുക, ഇരയ്ക്കും കൊടുക്കുക. അതിനിയും പഠിച്ചിട്ട് പറയേണ്ട കാര്യങ്ങളാണല്ലോ. ശ്രീജോമോൻ, ഇതിപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം, അതിജീവിത ഇതുവരെയും ദിലീപിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന ഒരു ആക്ഷേപം വരുന്നുണ്ടല്ലോ. ഇതുവരെയും ദിലീപിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. അന്നത്തെ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് അന്ന് ഇങ്ങനെ 2012 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട് ഇന്നാളായിരിക്കാം ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത് എന്ന തരത്തിലേക്കുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വ്യക്തമായ തെളിവ് കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൾസർ സുനിയുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ദിലീപിന് പൾസർ സുനിയെ അറിയില്ല എന്ന് മൊഴി കൊടുക്കുകയാണ്. എന്നാൽ തിരിച്ചു വാദിക്കുന്നു പൾസർ സുനി എനിക്ക് അറിയാമല്ല. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ പോലും കൃത്യമായി അവിടെ ധരിപ്പിക്കാൻ കഴിയാതെ പോകുന്നു. അതിജീവിതമൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഞാൻ പറയാം, നിയമപരമായ കൃത്യകാര്യം ഞാൻ പറയണം. അതിജീവിതയ്ക്ക് ദിലീപ് ആണ് ഇതിന് പിന്നിൽ നിന്ന് അതിജീവിതയ്ക്ക് നേരിട്ടറിവില്ല. അതിജീവിതയ്ക്ക് അപ്പം ദിലീപിൻ്റെ ആളുകൾ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതിഭാഗം പറഞ്ഞുകൊണ്ട് ദിലീപിനോട് അതിജീവിതയ്ക്ക് ഭയങ്കര വൈരാഗ്യമുണ്ട്, അതിൻ്റെ പേരിൽ ദിലീപിനെ കുടുക്കി എന്ന് പറയുന്നത് തന്നെ ശരിയല്ലല്ലോ. കാരണം ദിലീപ് ആണ് ഇതിന് പിന്നിൽ നിന്ന് അതിജീവിത പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ അത് ശരിയല്ലേ. അപ്പം ദിലീപിൻ്റെ പ്രതിഭാഗം വാദം തന്നെ ശരിയല്ലെന്നുള്ളത്. കാരണം ആ അതിജീവിതയ്ക്ക് മുമ്പിൽ അവരെ പീഡിപ്പിച്ചത് പൾസർ സുനിയാണ്. അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ട കാര്യമാണ്. അവർ കണ്ടെത്തി അവരാണ് പറയുന്നത്. അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അവർക്ക് മുമ്പിൽ നേരിട്ടുള്ള ബോധ്യമുള്ള കാര്യമാണ് പറയേണ്ടത്. അപ്പോൾ അതിലൊന്നും കാര്യമൊന്നുമില്ല. അതീവിത് പറയാതിരിക്കും എന്നുള്ളത്. കാരണം ഇവരെ റേപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റകൃത്യം നേരിട്ട് ചെയ്യുമ്പോൾ ദിലീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഡയറക്റ്റല്ലേ ഇൻഡയറക്റ്റല്ലേ. ഗൂഢാലോചന എന്ന് പറയുന്നത് വേറെ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് പറഞ്ഞത്. അത് പ്രൂവ് ചെയ്യുന്ന തെളിവുകളാണ് അതിലേക്ക് എത്തേണ്ടത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തുകൊള്ളുന്നതാണ്. എനിക്കിപ്പം ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ബിജു കെ പൗലോസ് എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഏറ്റവും ഇതിലൊരു മണ്ടത്തരം കാണിച്ച കാര്യം, ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ എന്ന പുസ്തകത്തിൽ ഞാൻ അന്നത്തെ ആദ്യ IG ആയിരുന്നു, പിന്നെ ഇപ്പോൾ ADGP ആയിട്ടുള്ള ശ്രീജിത്തിനെ കുറിച്ച് വേറൊരു കേസിൽ പറഞ്ഞുകൂടെ, അനുബന്ധ കേസിൽ പറഞ്ഞുകൂടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ എന്താണ്, ശ്രീജിത്താണ് സൂപ്പർവിഷൻ ഓഫീസറായിട്ട് നടന്നത്. അപ്പോൾ ബിജു കെ പൗലോസ് അയാളെ ദിലീപ് നേരിട്ട് 8ാം പ്രതി ദിലീപ് നേരിട്ട് ഭീഷണിപ്പെടുത്തി. എപ്പം കോടതി വന്ന സമയത്ത്, കോടതിയിൽ വിചാരണ ദിവസം വന്നപ്പോൾ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് ഭീഷണിപ്പെടുത്തി എന്ന് ബിജു കെ പൗലോസ്, ബിജു എന്ന് പറഞ്ഞാൽ ബിജു കെ പൗലോസ് ഒരു പരാതി എഴുതി കൊടുത്തപ്പോൾ ആ ഡേറ്റ്, ഭീഷണിപ്പെടുത്തിയ ഡേറ്റ് എന്ന് പറയുന്നത്, കോടതി എന്ന് പറയുന്നത് ഇപ്പം വിധി പറഞ്ഞ എറണാകുളം സെഷൻസ് കോടതിയിലാണ്. അന്ന് ആ ഡേറ്റിൽ ഈ കേസ്, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഫയൽ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല, വിചാരണ അങ്ങോട്ട് ആ അങ്കമാലി കോടതിയിലിരിക്കുമ്പോഴാണ്. അപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കോടതി ഡേറ്റും സമയവും ഒക്കെ കോടതി പോലും പരാതി ഒഴി DYSP സ്വന്തം അയാളെ ഭീഷണിപ്പെടുത്തുകയാണ് DYSP എന്നാണ് പറയുന്നത്.
അത് സത്യമാണെങ്കിൽ അതിൻ്റെ ഡേറ്റ് പോലും കൃത്യമായി എഴുതാത്ത ഒരാൾ ആണ് ഈ കേസ് അന്വേഷിച്ചത്. അപ്പോൾ ഈ കേസിൽ എങ്ങനെ നീതി കിട്ടും? ഇയാളുടെ അന്വേഷണം എത്രയാണ്? അയാളെ ഭീഷണിപ്പെടുത്തിയ കേസിൽ നേരാവണ്ണം ഏത് കോടതിയാണെന്ന് പോലും പറയാതെ ഈ എറണാകുളത്തെ കോടതി വെച്ചാണ് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നത്. എറണാകുളത്തെ കോടതി വിചാരണ ഘട്ടത്തിൽ വരാൻ അന്ന് വന്നിട്ടില്ല ഈ കേസ്, അങ്കമാലി കോടതിയിലായിരിക്കുന്നത്. അതുപോലും അറിയാതെ ഒരു പരാതി എഴുതി കൊടുത്ത വിജു കെ പൗലോസ് ഈ കേസ് എത്രത്തോളം നടത്തിയെന്നുള്ളത് കോടതിയിൽ വന്ന് വിധി പറയുമ്പോഴേ അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ വസ്തുത തന്നെ ഞാൻ ദൈവത്തിൻ്റെ ഒന്ന് മക്കളിൽ തന്നെ പറയുന്നുണ്ട്. അത് കോട്ട് ചെയ്യാൻ കാരണം ഇപ്പം പറഞ്ഞിട്ടല്ല. അപ്പോൾ അത് തന്നെ ഇവരൊക്കെ ലാഭവത്തോടു കൂടി കേസ് നടത്തിയാലൊന്നും ശരിയാകില്ല. തെളിവ് കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കേണ്ടതല്ലേ? അപ്പോൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ കോടതി പരിഗണിച്ചില്ലെങ്കിൽ അത് ഹൈക്കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യണം. പ്രോസിക്യൂഷൻ ഈ DYSP തന്നെയാണോ എഴുതേണ്ട, അപ്പീൽ കൊടുക്കേണ്ടതാണോ? ആദ്യം എഴുതി പ്രോസിക്യൂട്ടർ കൊടുക്കുക. ഇതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അജയകുമാറാണ്. അജയകുമാർ കൊടുക്കുക. അജയകുമാർ അത് ആഭ്യന്തര സെക്രട്ടറി, സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുത്ത് അപ്പീലിന് സാക്ഷ്യം മേടിച്ച് കൊടുക്കുക. എന്നിട്ട് കാര്യങ്ങൾ പറയുക. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാ? നമ്മുടെ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിധി വരുന്നതിന് മുമ്പ്, കോടതി നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറയുകയുണ്ടായി, ചിലപ്പോൾ അനുകൂലമായ അല്ലെങ്കിൽ ഈ അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകാൻ സാധ്യതയില്ല. ആ ഒരു ജഡ്ജിയുടെ നിലപാട് എടുത്തുകൊണ്ട് താങ്കൾ സംസാരിക്കുകയുണ്ടായി. ആ ഒരു സംശയം ഇപ്പോൾ അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ആ അതിജീവിത വിധി തനിക്ക് നീതി ലഭിക്കേണ്ട ആളെ വിശ്വാസമില്ലെന്നും ജഡ്ജി ഏകപക്ഷീയമായിട്ടാണെന്നും അത് ശരിയല്ലെന്നും അതിജീവിയുടെ അഭിഭാഷകയെന്ന് സ്വയം പറഞ്ഞ് അപ്പോൾ നടക്കുന്ന ബിനി പോലും ഇപ്പം കോടതിയിലോട്ട് നിന്ന് കയറിയപ്പം ജഡ്ജി അത് കേട്ടില്ല ഇത് കേട്ടില്ല ജഡ്ജിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, അതായത് വിധി പറഞ്ഞ ജഡ്ജിന്. അപ്പോൾ ഇതൊക്കെ ഒരു ജഡ്ജിയെ പിണക്കിച്ച് എതിരെ ആക്കിയോ ഒരു മുൻപതി ജഡ്ജിക്ക് ഇതിനകത്ത് വിരോധം, ജഡ്ജി അങ്ങനെ വിരോധം വരാൻ പാടില്ലാത്തതാണോ? അപ്പോൾ അങ്ങനെ ഒരാളെ സാധാരണ ഒരു കേസിലും പ്രോസിക്യൂഷൻ ഭാഗം വാദിഭാഗം അതിജീവിതകളൊന്നും ഒരു ജഡ്ജിനെ പറ്റിയും നിഷ്പക്ഷമല്ലേ പോലും മനസ്സിലുണ്ടെങ്കിലും അത് പറയാറില്ല. അങ്ങനെ എഴുതി മാധ്യമങ്ങൾ വഴി ഇപ്പം രാഷ്ട്രപതിക്ക് പോലും പരാതി അയച്ചെന്ന് പറഞ്ഞു. ഇത് ഹൈക്കോടതിയിൽ നിന്ന് ഇത് അനുകൂലം കിട്ടാതിരുന്നപ്പം ഇത് രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കുന്നത് കൊലക്കേസിൽ പ്രതിയെ സുപ്രീം കോടതി ശിക്ഷിച്ചത് ശരിവെച്ച് കഴിയുമ്പം ആ സുപ്രീം കോടതി വിധിക്ക് ശേഷം രാഷ്ട്രപതിയുടെ ദയാഹർജി കൊലക്കേസ് പ്രതിക്ക് സുപ്രീം കോടതി ആ കേസ് കൈവിട്ട് പ്രതിയെ കൈവിട്ട് ശിക്ഷ ശരിവെക്കുന്നു കീഴ്ക്കോടതി വിധി. അപ്പോഴാണ് രാഷ്ട്രപതി ഗുണം. അല്ല ഇങ്ങനത്തെ താഴെ കോടതിയിൽ ഇരിക്കുമ്പോഴല്ല രാഷ്ട്രപതി ഇടപെടുന്നത്. അതിന് പോലും വിവരമുള്ള വക്കീലന്മാർക്ക് അതിജീവിതയ്ക്ക് പറഞ്ഞു കൊടുക്കാനില്ലെന്നുള്ളതാണ്. ഇന്ന് ചാനൽ കണ്ട രാഷ്ട്രപതിക്ക് പോലും അതിജീവിത പരാതി കൊടുത്തു. ഏത് ഇപ്പോൾ ഈ വിധി പറയുന്ന ജഡ്ജി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. അപ്പം പിന്നെ അവർക്ക് വിരോധം വന്നില്ലേ അത്ഭുതപ്പെടാനുള്ളൂ. അല്ലെങ്കിൽ വിരോധം ഒരു ജഡ്ജി പാടില്ല, അത് അവരൊന്നും വിശ്വസിക്കുന്നു. പക്ഷേ പറഞ്ഞെതിരാക്കിയോ എന്ന് സംശയം ഇപ്പം ഈ വിധി കൊണ്ട് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഈ താങ്കൾ സൂചിപ്പിക്കുന്നത് ഇന്നിപ്പോൾ പോലെ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ 2 ദിവസമായി 48 മണിക്കൂറായിട്ട് ഈ ദിലീപിൻ്റെ വിധിയാണ് ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മുടെ ദിലീപിൻ്റെ അഭിഭാഷകൻ രാമൻപിള്ള പലതരത്തിലുള്ള കമൻറ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാസ്സാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ന് ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യം നന്ദി പറഞ്ഞത് രാമൻപിള്ളയ്ക്കാണ്. അദ്ദേഹം വന്ന ശേഷമാണ് എനിക്ക് തോന്നുന്നു ജയിൽവാസത്തിനും 83 ദിവസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നത് രാമൻപിള്ള ഈ കേസ് ഏറ്റെടുത്ത ശേഷമാണ്. അല്ല, ഇതിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമല്ല ഇതിൽ. ഇപ്പം ഇവിടെ എന്നാ ഒരാൾ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടല്ല വിഷയം. ഒരാളെ പ്രതിയാക്കി കോടതിക്ക് മുമ്പിൽ കുറ്റപത്രം കൊടുത്ത അന്വേഷണ ഏജൻസി CBI ആകട്ടെ ലോക്കൽ പോലീസാകട്ടെ ക്രൈംബ്രാഞ്ച് ആകട്ടെ ആരാകാൻ അന്വേഷണ ഏജൻസി തെളിവ് കൊടുത്തതിൽ പരാജയപ്പെട്ടാൽ ആളെ സംശയാതീതമായി കോടതിക്ക് മുമ്പിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി തെളിവ് കിട്ടാത്തതിൻ്റെ പേരിൽ വെറുതെ വിട്ടെന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അയാൾ നിരപരാധിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു അന്വേഷണ ഏജൻസി. അപ്പോൾ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കഴിവുകേട് കൊണ്ടും പ്രോസിക്യൂഷൻ്റെ കഴിവില്ലായ്മയും കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നതിലും പരാജയപ്പെട്ടാൽ അതിൻ്റെ ഗുണം പ്രതിക്ക് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അല്ലാതെ രാമൻപിള്ളയുടെ മാത്രം കഴിവുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പല കേസുകളിലും രാമൻപിള്ള ഹാജരായ കേസിൽ അഭയ കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവിതം കിട്ടി, പ്രതിക്ക് ശിക്ഷ കിട്ടി. അതിന് അപ്പീൽ പോലും ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ഓരോ ഭാഗ്യം തുണച്ച് വേറെ രീതിയിൽ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ജഡ്ജിയെ പിണക്കിയത് പ്രധാനമായില്ലേ, അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ഈ വിധി പറയേണ്ട ജഡ്ജിയെ
പരസ്യമായി മാധ്യമങ്ങളിലൂടെ നീതി കിട്ടുന്നില്ല, ഏകോശമായിട്ട് വളരെ മോശമായി പെരുമാറി മൊഴിയെടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ജഡ്ജിയെ പറ്റി അപ്പോൾ നമ്മൾ ഇനി അങ്ങനെയാണെങ്കിൽ അതിജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് താങ്കൾ പറയുന്നത്? അതിജീവിത ഈ കേസ് പഠിച്ച് വക്കീലുമായിട്ട് പഠിച്ച് ബോധ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുക. ഇതിനെതിരെ ഇതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കേണ്ടതാണ് ഈ 4 പ്രതികൾ. അതായത് 1 മുതൽ 6 പ്രതികളെയാണല്ലോ ശിക്ഷിച്ച് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള. അപ്പം ഈ ബാക്കി 4 പ്രതികൾ ഗൂഢാലോചനയിൽ പ്രതിയുള്ളവരെയാണല്ലോ തെളിയിക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. അപ്പോൾ എനിക്കിപ്പോഴും ചോദ്യം ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്യുന്നതിന്, ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്ത് ഇങ്ങനെ ചെയ്ത് വീഡിയോ പകർത്തി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ആർക്കും നേരിട്ട് ഈ അതിജീവിതയോട് വിരോധമില്ല, അവർ വേറൊരു മോട്ടീവും ഇല്ല. അപ്പം മോട്ടീവുള്ള ആരാണ്? ഇതിനൊരു പിന്നിലൊരു മോട്ടീവ് വേണ്ട. ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യാനുള്ള മോട്ടീവിലേക്ക് വേറെ ആരും ഇല്ലേയും വന്നിട്ടുമില്ല. അപ്പം പിന്നെ അത് ശരിക്കും പ്രൂവ് ചെയ്ത് മേൽക്കോടതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പ്രോസിക്യൂഷൻ്റെ അത് ഇപ്പോൾ ഇവിടെ പരാജയപ്പെട്ടെങ്കിലും പല കേസുകളിലും മേൽക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കുന്നുണ്ട്. ഇപ്പം ഒരു 60% നീതി മാത്രമാണ് അതിജീവിതയ്ക്ക് കിട്ടിയത്. ഒരു നീതി കിട്ടിയില്ലെന്ന് പറയുന്നത് യോജിപ്പില്ല. കാരണം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവരുടെ 6 പേരെ ശിക്ഷിച്ചു. അപ്പോൾ 60% നീതി കിട്ടി, 40% നീതി കിട്ടിയിട്ടില്ല, നിഷേധിക്കപ്പെട്ടു. അതിന് അപ്പീൽ പോകണം എന്നുള്ളത്. പക്ഷേ എത്ര കാലം കഴിഞ്ഞു? അല്ല, കാലമൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 8 വർഷം എന്ന് പറയുമ്പോഴേ 8 വർഷം എന്ന് പറയുമ്പോൾ പണവും സ്വാധീനവും അധികാരമുള്ള ഒരു അനുബന്ധ കേസ് കൊടുത്ത് മുടക്കി ഇങ്ങനെ പോകും. ഇപ്പം ഞാൻ 28 വർഷം കഴിഞ്ഞല്ലേ അഭയ കേസിൽ നീതി കിട്ടുന്നത്. 2020 ഡിസംബർ 20 പ്രതികളെ ശിക്ഷിച്ചത് 92-ൽ തുടങ്ങിയല്ലേ. 92 മാർച്ച് 27-നാണ് അഭയ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതൊക്കെ ഈ പണവും സ്വാധീനവും അധികാരമുള്ള കേസിലെ പ്രതികളാകുമ്പോൾ കേസുകൾ ഓരോ സാങ്കേതികം പറഞ്ഞ് നീട്ടി കോടതിയിൽ ഇങ്ങനെ പോകും. അത് സ്വാഭാവിക നടപടി തന്നെയാണ്. അതുകൊണ്ടല്ലേ പല കേസുകളിലും യഥാസമയത്ത് വിധി കിട്ടാതെ പോകുമ്പം സാക്ഷി അതിലെ ഇര വിറ്റിയും മൊഴി മാറ്റി പറഞ്ഞു. ഇതിനകത്തെ ഇര എന്തായാലും മൊഴി മാറ്റി പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും അവരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിനെ ഇതിൽ സത്യം ഒരു കാര്യം ഞാൻ പറയാം. ഇതിൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു കേസേ പി.ടി. തോമസ് എന്ന് പറയുന്ന അന്നത്തെ MLA, എൻ്റെ സുഹൃത്ത്, ആ അടുപ്പമുള്ള എനിക്ക് അവേദ്യ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞ അപ്പം തന്നെ ഇവിടെ എത്തുക. പി.ടി. തോമസ് അറിയാൻ കാരണമല്ല, ഈ വിവരം അപ്പം തന്നെ അടുത്ത എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ നാട്ടിൽ തന്നെയുള്ള ആൻഡോ ജോസഫ് പ്രൊഡ്യൂസറായിട്ടുള്ള മമ്മൂട്ടിയായിട്ടും അടുപ്പമുള്ള ആൻഡോ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. അപ്പം ആൻഡോ ജോസഫ് ഈ വിവരം അറിഞ്ഞ അപ്പം തന്നെ അവിടുത്തെ MLA, തൃക്കാക്കര MLA പി.ടി. തോമസാണ്. പി.ടി. തോമസിനെ വിളിച്ചു വരും. പി.ടി. തോമസ് ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ എത്തി ഈ ലാലിൻ്റെ. അപ്പോൾ ഇരയോടെ ഉണ്ട്. അപ്പോൾ ഇരയായിട്ട് സംസാരിച്ചു, ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഫോണിൽ സംസാരിച്ചു. അങ്ങനെയാണ് ഇത് കേസാകുന്നു, അങ്ങനെയാണ് പരാതിയാകുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. പി.ടി. തോമസ് ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കേസില്ലാതായി. ഈ കേസിന്റെ നിർണായക വഴിയിലേക്ക് നയിച്ച 2 പേരും ഇന്നില്ല എന്നുള്ളതാണ്. പി.ടി. തോമസും അതുപോലെ തന്നെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ കാര്യവും എടുത്തു പറയണം. അത് പിന്നീടാണ് വരുന്നത്. അതിനുശേഷമാണെങ്കിലും ദിലീപിലേക്ക് കൂടുതലായി വന്നത് ബാലചന്ദ്രകുമാറിന്റെ മൊഴികളിലൂടെ ആയിരുന്നു. അതെ, അതൊക്കെ ശരിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ സാധ്യതകളാണ്. ഇനിയിപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൈക്കോടതിയിൽ വേണ്ടതല്ലേ, കോടതിക്ക് വേണ്ടത് എപ്പോഴും തെളിവാണല്ലോ. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ. അല്ല, കോടതിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യമാണ്. പല കേസുകളിലും തെളിവില്ല എന്നും പറഞ്ഞ് വെറുതെ വിട്ട കേസിൽ മേൽക്കോടതി ഒരു തെളിവുണ്ടെന്നും മേൽക്കോടതിയുടെ കണ്ണിപ്പെടും. അതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് അപ്പീൽ വരുന്നത്. ഈ താഴെക്കോടതി വിചാരണക്കോടതിയുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചില പ്രതികളെ ശിക്ഷിക്കാൻ തെളിവില്ലെന്ന് വരും. അതേ കണ്ണ് വെച്ചുകൊണ്ട് മേൽക്കോടതി അപ്പീൽ വെക്കുമ്പോൾ തെളിവുണ്ടെന്ന് ബോധ്യപ്പെടുന്ന പല കേസുകളിലും വിധി പറഞ്ഞിട്ടുണ്ട് തിരിച്ച്. പക്ഷെ അപ്പോഴും കോടതിയുടെ ഈ വിധി സ്വാധീനിക്കില്ലേ? അല്ല, അത് ഒരു സ്വാധീനിക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാമല്ലോ, ഇപ്പം എന്നാ പറയണം, രാഹുൽ മാങ്കോട്ടത്തിന് ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ല ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞ് മിനിറ്റുകൾക്ക് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ജഡ്ജി, തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി, പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ജാമ്യം നിഷേധിച്ചു. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ പിറ്റേ ദിവസം 24 മണിക്കൂർ മുമ്പ് കറക്റ്റാണ് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ മുമ്പിൽ ഇത് വന്നു. അപ്പം തന്നെ ഇതിന് ഗൗരവം, പ്രതി ഉന്നയിച്ചുള്ള ഇത് ഗൗരവമുള്ള കാര്യമാണ്, വാദം കേൾക്കേണ്ടതുണ്ട്, അതുകൊണ്ട് കൂടുതൽ വാരം കേൾക്കേണ്ടതുണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞ് അപ്പം തന്നെ വാക്കാൽ പറഞ്ഞു അറസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് തിരിച്ച് തടഞ്ഞു. അപ്പോൾ അപ്പീൽ കോടതി കേട്ടില്ലേ. അപ്പം ഈ താഴെ കോടതിയിലെ
വിധി അതേപടി വിശ്വസിച്ചോ? അപ്പം തിരിച്ചും മറിച്ചും ആ വേറെ കേസിലും വേറെ പല കേസിലും വെറുതെ വിട്ടവരെ ശിക്ഷിക്കാറുണ്ട്, ശിക്ഷിച്ചവരെ വെറുതെ വിടാറുണ്ട്. അപ്പം താഴെ കോടതി, വിചാരണ കോടതി കാണുന്ന കണ്ണുകൊണ്ടല്ല അപ്പീൽ കോടതി കാണുന്നു. ഓരോരുത്തർക്കും അവരുടേതായുണ്ട്. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ്. നിയമമെല്ലാം ഒരുപോലെയാണെങ്കിലും ഓരോരുത്തർ കാണുന്ന നിയമത്തിലുള്ള കാഴ്ചപ്പാടുകളും നീതിബോധങ്ങളും മാറിയും മറിച്ചും വരും. മനുഷ്യരാണ്, അവരെയും സ്വാധീനിക്കും. ഈ ഹൈക്കോടതിയിൽ വരുമ്പോൾ പോലും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള അതിജീവിതയുടെ നിലപാട് അവിടെ ഏതെങ്കിലും തരത്തിൽ അത് സ്വാധീനിക്കുമോ? അല്ല, സ്വാധീനിക്കുക എന്നുള്ളത് നമ്മൾ അങ്ങനെയല്ലല്ലോ. സ്വാധീനിക്കുക എന്ന് വിചാരിച്ച് കേസ് നടത്താതിരിക്കാൻ പറ്റുമോ? സ്വാധീനിക്കാതിരിക്കുക എന്നുള്ളത്, നമ്മൾ കേസിന് പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ ഭാഗമാണെങ്കിൽ എല്ലാ സാധ്യമായ എല്ലാ തെളിവുകളും അവതരിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത്.